നമസ്കാരം. എവിടെ ചെന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തള്ളിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇപ്പോൾ അതാ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഗാസയിലെ വെടിനിർത്തൽ കരാറും ട്രംപിന്റെ ഒരു പേരും നുണയായിരുന്നു. കരാറായെന്ന് കരുതിയപ്പോൾ ഒരു ചെറിയ ആശ്വാസമായിരുന്നു. അതായത് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ ആക്രമണം വ്യാപകമാക്കിയതോടെ ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്ക് വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസ്. ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സമാധാന ശ്രമങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ തുടരുന്നത്. പകൽഹാം ആക്രമണ സമയത്തും ഇന്ത്യക്കിട്ട് പണിതതും ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ കഴിവുകൊണ്ടാണ് എന്ന തള്ളലി ഇന്നും അയവ് വന്നിട്ടില്ല. തന്നോടാണ് ഇനി ഏത് ഭാഷയിൽ പറയണം എന്ന് പോലും ഇന്ത്യ ട്രംപിനോട് ചോദിച്ചു. ലെവലേശം എന്നിട്ടും ഉളുപ്പ് തീണ്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഗാസ വിഷയത്തിൽ ഇങ്ങനെ ഒരു കരാറിന്റെ കാര്യം ഹമാസ് അറിഞ്ഞിട്ടേയില്ല. ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുക, പ്രദേശങ്ങൾ പിടിച്ചെടുക്കില്ലെന്നും അവിടെ താമസിക്കുന്ന പലസ്തീനുകളെ പുറത്താക്കില്ലെന്നും ഇസ്രായേൽ സമ്മതിക്കുകയും എന്നിവയാണ് നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. ഹമാസ് നശിപ്പിക്കപ്പെടുന്നത് വരെ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ എതിർക്കുന്ന തീവ്ര വലതുപക്ഷ ഭരണസഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് കാണാനിരിക്കുകയാണ്. ഗാസയുമായി ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ തീവ്രമാണെന്നും ആവശ്യമുള്ളിടത്തോളം കാലം അത് തുടരുമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഈ ആഴ്ച 21 പോയിന്റുകളുള്ള മിഡിൽ ഈസ്റ്റ് സമാധാന പദ്ധതി ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഒന്നിലധികം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ നേതാക്കൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് സമർപ്പിച്ചു എന്നായിരുന്നു പുറത്തുവന്ന വിവരം. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഗാസയിൽ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ഗാസ നഗരത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടന്നുകയറി. സ്ട്രിപ്പിലുടനീളം 150 ലക്ഷ്യങ്ങൾ തങ്ങളുടെ വിമാനങ്ങൾ ആക്രമിച്ചതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 74 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് 2 ആഴ്ച മുമ്പ് കര ആക്രമണം ആരംഭിച്ചതിനു ശേഷം 3,50,000 മുതൽ 4 ലക്ഷം വരെ പലസ്തീനുകൾ പലായനം ചെയ്തിട്ടുണ്ട് എങ്കിലും ലക്ഷക്കണക്കിന് പേർ ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ്. ഇസ്രയേലിന്റെ അറബിക് വക്താവ് ഗാസ സിറ്റി നിവാസികളോട് ഒഴിഞ്ഞു പോകാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയുടെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നവജാത ശിശു പരിചരണത്തിലുള്ള ശിശുക്കളും ജീവന് ഭീഷണിയായ രോഗങ്ങളുള്ളവർ തുടങ്ങിയ ദുർബലരായ ആളുകൾ ഗുരുതരമായ അപകടത്തിലാണ് എന്നാണ് വിവരം. ഗാസ നഗരത്തിലെ 4 ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഈ മാസം അടച്ചുപൂട്ടിയത്. ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് 2 വർഷം മുമ്പ് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ ആക്രമണം ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ സൈന്യം 65,000-ലധികം പലസ്തീനുകളെ ആ പ്രദേശത്ത് കൊന്നൊടുക്കി. ഗാസയുടെ ചില ഭാഗങ്ങളിൽ ക്ഷാമം പിടിമുറുക്കിയതായും വിദഗ്ധർ പറയുന്നു. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പെരുമാറ്റം വംശഹത്യയ്ക്ക് തുല്യമാണെന്ന് ഒന്നിലധികം മനുഷ്യാവകാശ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് യുദ്ധം നടത്തിയതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ ശക്തമായി നിഷേധിക്കുന്നത്. വെടിനിർത്തലിന്റെ ചർച്ചകൾ പാതി വഴിയിൽ നിൽക്കുമ്പോഴും ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പലസ്തീൻ ജനതയുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് മുന്നിൽ ഫലിക്കാതെ വരുമ്പോൾ നിസ്സഹായരായ ലക്ഷക്കണക്കിന് സാധാരണക്കാർ തകർന്ന ആരോഗ്യ സംവിധാനങ്ങൾക്കും വിശപ്പിനും മുന്നിൽ ജീവൻ നിലനിർത്താൻ പാടുപെടുകയാണ്. മാനുഷിക ദുരന്തം രൂക്ഷമായ ഈ ഘട്ടത്തിൽ ലോകശക്തികളുടെ ശക്തമായ ഇടപെടലും അനിവാര്യമാവുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച